വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ മന്ത്ലി സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയർ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം കേട്ടോ. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നത് എക്സ്ഫോളിയേഷൻ ആണ് കേട്ടോ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഹെർബിൻ്റെ ഒരു ഫേസ് സ്ക്രബാണ് കേട്ടോ. ഇനി ഇങ്ങനെ ഫേസ് സ്ക്രബ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ നോർമൽ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി അല്ലെങ്കിൽ കോഫി പൗഡർ, അതൊക്കെ വെച്ച് നമുക്ക് ഇതേപോലെ സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെടുത്തത്. സാധാരണ ഞാൻ കോഫി പൗഡർ അരിപ്പൊടിയൊക്കെ വെച്ചാണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിന്നെ അഴുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണത്. ചെറുപയർ പൊടി ഉണ്ടല്ലോ, അത് നല്ല സ്ക്രബ്ബറാണ് കേട്ടോ. ഞാൻ നേരത്തേക്ക് അതാണ് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് എടുക്കാത്തത്. അതല്ലെങ്കിൽ ഞാൻ ഇതിലേതെങ്കിലുമൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോൾ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലിപ് കെയർ ആണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ലിപ് സ്ക്രബ് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഞാൻ എന്തെങ്കിലും കോഫി പൗഡറോ അതല്ലെങ്കിൽ ഷുഗറൊക്കെ എടുത്താണ് സാധാരണ ചെയ്യാറുള്ളത് കേട്ടോ. ഇപ്പോൾ എനിക്ക് അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ തന്നെ എടുത്തത് കേട്ടോ. അപ്പോൾ പതുക്കെ സ്ക്രബ് ചെയ്യണം കേട്ടോ. ഞാൻ വീഡിയോ കുറച്ച് ഫാസ്റ്റൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയ്ക്ക് ഫാസ്റ്റായിട്ടൊക്കെ സ്ക്രബ് ചെയ്യാമോ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ആ സ്റ്റെപ്പും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകട്ടെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ട്രീമിംഗ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയൊരു സ്റ്റെപ്പാണ് കേട്ടോ. എനിക്ക് പിന്നീട് മനസ്സിലായത്. ഞാൻ ഈ സ്റ്റെപ്പ് അധികം അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ശരിക്കും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സ്റ്റെപ്പാണ് കേട്ടോ. നമ്മൾ ഫേഷ്യൽ അല്ലെങ്കിൽ ഫേസ് പാക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു സ്ട്രീമിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫേഷ്യലിന് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും കേട്ടോ. പക്ഷേ ഞാനിതെപ്പോഴും സ്കിപ്പ് ചെയ്യണ ഒരു സ്റ്റെപ്പാണ്. കാരണം കുറച്ച് മടിയുണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് പിന്നെ അത് വിട്ട് കളയും കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് ഫേസ് മാസ്ക് ആണ് കേട്ടോ. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഒരു ക്ലേ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ പാലിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്യണത്. കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ കുറച്ച് ഡ്രൈ സ്കിൻ ആയതുകൊണ്ടാണ് ഞാൻ തേൻ ആഡ് ചെയ്തത് കേട്ടോ. ഇനി നോർമൽ സ്കിന്നോ അല്ലെങ്കിൽ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ വെറുതെ പാൽ അല്ലെങ്കിൽ വെള്ളമോ അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ളൊന്ന് ഫേസ് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മാസ്ക് ആണെങ്കിലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്തെന്ന് വെച്ചാൽ ഇത് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യണ എല്ലാ സ്റ്റെപ്സുകളും കണ്ടല്ലോ, ഞാൻ മന്ത്ലി ഫസ്റ്റ് വീക്കും ലാസ്റ്റ് വീക്കും ചെയ്യണ സ്റ്റെപ്പുകളാണ് കേട്ടോ. ബാക്കി വീക്സൊക്കെ നോർമൽ സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ ചെയ്യണത്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് മാസത്തിൽ 2 പാക്കും വന്നിട്ടുണ്ട്, 2 എക്സ്ഫോളിയേഷനും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാസത്തിൽ 2 അല്ലെങ്കിൽ 3 ഇതിൽ കൂടാൻ പാടില്ല. കാരണം നമ്മൾ കേട്ടിട്ടില്ല അധികമായാലും അമൃതം വിഷമാണെന്ന്. അതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇതും. ഓവറായിട്ടുള്ള സ്ക്രബിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു മാക്സിമം ഒരു 3 തവണ മാത്രമേ സ്ക്രബിങ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, നമ്മുടെ 4th സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 5ത്തിലേക്ക് പോകാം. 5th എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ഹൈഡ്രേറ്റ് ആക്കാനായിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പാക്കൊക്കെ ഇട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര ഒന്ന് ഡ്രൈ ആയിട്ടിരിക്കണമായിരിക്കും. അപ്പോൾ അതൊന്ന് മാറാനൊന്ന് ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് ഇതേപോലെയുള്ള ഒരു ഷീറ്റ് മാസ്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണ് സ്യൂട്ടെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പോൺസിൻ്റെ ഒരു വൈറ്റമിൻ ഇയും അവഗാഡോ എക്സ്ട്രാക്റ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ സ്കിൻ ഡ്രൈ ആണല്ലോ, അപ്പോൾ ഇത് ഇടുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലൊരു സോഫ്റ്റും സപ്പിൾ ആവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതേപോലെയുള്ള ഒത്തിരി ഷീറ്റ് മാസ്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാട്ടെ. എന്നിട്ട് പയ്യെ ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും അത് ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഷീറ്റ് മാസ്ക് ആണ്. അല്ലെങ്കിൽ ചെറുതായിരിക്കും അല്ലെങ്കിൽ വലുതായിരിക്കും കേട്ടോ. പക്ഷേ ഇത് കുഴപ്പമില്ല. ഇനി ഇത് കംപ്ലീറ്റ്ലി അബ്സോർബ് ആവണവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളുടെ സിറം എല്ലാം നമ്മുടെ സ്കിന്നിലേക്ക് കംപ്ലീറ്റ്ലി അബ്സോർബ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ അപ്പ് ഡയറക്ഷനിൽ ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ട് വേണം കേട്ടോ അത് റിമൂവ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാൻ കൈ കൊണ്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി അബ്സോർബ് ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് സിറം അപ്ലൈ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ വൈറ്റമിൻ സീറം ആണ് യൂസ് ചെയ്യണത്. എൻ്റെ സ്കിൻ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിറം യൂസ് ചെയ്യുന്നത് കേട്ടോ. സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഏത് സിറം ആണെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ 1 മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് സിറം സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അതും നിങ്ങളുടെ സ്കിന്നിന് എന്താണ് ഇഷ്യൂ എന്ന് അറിഞ്ഞിട്ടുള്ള സിറം ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോയ്സ്ചറൈസറാണ് കേട്ടോ.
അപ്പോൾ മോയ്സ്ചറൈസർ നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ജെൻറ്റൽ മസാജും കൂടി കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ആൽഫ് ഗുഡ്നെസ്സിൻ്റെ ഒരു അർബുട്ടിൻ എന്ന് പറഞ്ഞൊരു ഡേ ക്രീം, അതാണ് കേട്ടോ ഞാൻ മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനത് വേറെ ഒന്നും പറയണില്ല. ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും റിവ്യൂസൊക്കെ ഞാൻ നേരത്തേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ടിയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഇനി ഇതൊരു 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറൻ്റ് ഞാൻ ഒരു ഹോം മെയ്ഡ് ആയിട്ടുള്ളൊരു ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ക്രീംസ് ഒന്നും യൂസ് ചെയ്യണില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ഒരു ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കുറച്ച് എഡിറ്റിങ്ങിൻ്റെ ലേറ്റ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് SPF ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. കാരണം എങ്ങനെയെങ്കിലും പുറത്തിറങ്ങേണ്ട അവസ്ഥ വരും. അപ്പോൾ എന്തായാലും ടാൻ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ വെറുതെ ആയി പോകും. അതുകൊണ്ട് എന്തായാലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ കഴിഞ്ഞ് എല്ലായിടത്തും ഫേസിൽ സ്കിന്നിൽ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലിപ് ബാം കൂടി ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മന്ത്ലി സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. മന്ത്ലി ഫസ്റ്റ് വീക്കും ലാസ്റ്റ് വീക്കും ഞാൻ ഈ എല്ലാ സ്റ്റെപ്പും ചെയ്യാറുണ്ട് കേട്ടോ. അല്ലാത്ത വീക്സൊക്കെ നോർമൽ സ്കിൻ കെയർ ആണ് കേട്ടോ ചെയ്യണത്. സോ അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് വേഗം വരാട്ടോ. അതുവരേക്കും ബൈ.